രഘു, രാവിലെ കൊണ്ടുവച്ച ആഹാരമല്ലേ, ഇതുവരെയും കഴിച്ചില്ലേ? എന്താ മോനെ ഇത്? അമ്മ വാർത്തര, മോൻ കഴിക്ക്. ഈശ്വര, എന്റെ കുഞ്ഞ് ഈ കുടുംബത്തിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടതാ. ഇവന്റെ ഈ ഗതി കാണുവാനാണോ എന്നെ ഈ ഇട്ടേക്കുന്നത്? ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഇളയ സന്ധ്യയ്ക്ക് അറിയണ്ടല്ലോ. എന്താ അളിയ ഇത്ര വൈകിയത്? ഞാൻ എത്ര നേരം കൊണ്ട് ഇവിടെ വന്ന് കാത്തിരിക്കുന്നു. താമസം ഉണ്ടായി പറഞ്ഞൂടെ? അളിയ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ ചെല്ലക്കിളി ഒന്ന് കണ്ടായിരുന്നു. എന്നാ പിന്നെ അവളെ കുത്തിയ പറഞ്ഞൂടെ അളിയ? ഇപ്പൊ ഞങ്ങളെ ഒന്നും വേണ്ടല്ലോ. കൊത്തണം പിന്നെ പറക്കണം, അതിനൊക്കെ അതിന്റെ സമയമുണ്ട് ദാസാ. എന്തോ ആയി? സാധനം കിട്ടിയളിയ? ഗണിക്കാൻ മേതിരിക്കുവോ? ഈ ശരത്ത് പോയിട്ട് വെറും കൈയോടെ വന്നിട്ടുണ്ടോ? എങ്കിൽ വാ, താഴോട്ട് വാ. ആ, ദിവാരേട്ടൻ നേരത്തെ വന്നോ? ആ, ഇന്ന് നേരത്തെ വന്നു. ടൗണിൽ ഒരു ഓട്ടം ഉണ്ടായിരുന്നു. പിന്നെ രഘുവിൻ്റെ മരുന്ന് നാളെ തീരുമല്ലേ, അതുകൂടെ വാങ്ങി. ചേട്ടാ, രഘുവിന്റെ അവസ്ഥ ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരിക്കുക. ഇന്നലെ രാത്രി അവൻ വല്ലാത്ത അട്ടഹാസവും ചിരിയുമായിരുന്നു. എനിക്കറിയില്ല എന്ത് ചെയ്യണോന്ന്. ഓരോ ദിവസം പേടിയോടാ കഴിയുന്നത്. ഇതൊക്കെ ഞാൻ ആരോട് പറയാനാ? ഇവിടെ ഒരു ഇളയ സന്തതി ഉണ്ടല്ലോ. അവൻ ഇവിടെ എപ്പ വരുന്നെന്നോ പോകുന്നെന്നോ ഒന്നും അറിയത്തില്ല. വിഷമിക്കാതെ, എല്ലാം ശരിയാകും. എൻ്റെ രാഘവന്റെ മകൻ രഘു പഴയതുപോലെ ആകും. ആരെങ്കിലും കരുതിയോ? അന്നത്തെ ആക്സിഡന്റ് വയറുപോലെ ഓടിച്ചാടി നടന്നവനല്ലേ അവൻ. നശിച്ചൊരു അപകടം, തലക്കേറ്റ പരുക്ക അവനെ. ഹാ, നമ്മുടെ രഘു തിരിച്ചു വരും. രഘു, നിനക്കിത് നേരത്തെ പോണെന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂ ഇല്ലേ? അതുണ്ടമ്മേ, പോണം. അച്ഛൻ ഇങ്ങനെ വെളുപ്പിന് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുമ്പോ നോക്കി നിൽക്കാൻ പറ്റുമോ? മോനെ, അച്ഛൻ ഇതങ്ങ് ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമല്ല, പണ്ടേ ഇതങ്ങ് ശീലിച്ചതാ. ഈ മണ്ണിന്റെ മണവും ഇലകളുടെ പച്ചിപ്പും അത് തരുന്നൊരു സുഖം മറ്റെങ്ങും കിട്ടില്ല മോനെ. നമ്മുടെ രീതികളൊക്കെ കാലത്തിനൊപ്പം മാറിയെങ്കിലും ഞങ്ങൾ ഈ പഴയ ആൾക്കാർക്ക് മണ്ണിനെയും മരത്തിനെയും ചെടികളെയും ഒന്നും മറക്കാൻ കഴിയില്ല. ശരിയാണ് അച്ഛ, കാലത്തിനൊപ്പം പലതും വന്നെങ്കിലും നമ്മുടെ മണ്ണിനെ നമ്മളും മറക്കരുത്. ആ, മതി മതി മതി. അച്ഛന്റെ മോന്റെ പ്രകൃതി സ്നേഹവും സാഹിത്യവും. നീ പോയി റെഡിയാവാൻ നോക്ക്. അച്ഛനൊപ്പം ഞാൻ കൂടാ. ശരിയമ്മേ, ഞാൻ പോയിട്ട് വരാം. മോനെ, ഒരു വഴിക്ക് പോവില്ലേ? അച്ഛൻ്റെ ഉടുപ്പിന്റെ കീശയിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ട്, അത് എടുത്തോണ്ട് പോയിക്കോളൂ. ആ, ശരി അച്ഛാ. എന്താ ദിവാര, സുഖമാണോ? ഓട്ടമൊക്കെ ഉണ്ടോ? രാവിലെ ഇവിടെ കൊണ്ടിടും. ആരെങ്കിലും ഓട്ടം വിളിച്ചാലായി, വിളിച്ചില്ലെങ്കിലായി. നിങ്ങൾക്ക് പിന്നെ കൃഷി ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. കൊള്ളാം, പണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ലോണും പാട്ടവും എടുത്ത് കൃഷി ചെയ്താൽ വിളവൊന്നും കിട്ടുന്നില്ല. പന്നിയും വന്യമൃഗങ്ങളും എല്ലാം നശിപ്പിക്കും. ആരോട് പറയാൻ? ഇതൊക്കെ എല്ലാവരുടെയും അവസ്ഥ തന്നെ. ഞാൻ അപ്പുറത്തെ കടയിൽ വരെ ഒന്ന് പോയിട്ട് വരാം. ആ, എന്നാൽ ശരി.
മാറങ്ങോട്ട്. തനിക്ക് മുഴുപ്രാന്ത. പോയി ചത്തോടെ തനിക്ക്. കുഞ്ഞ ഈ പരട്ടോ. ശരത്തെ, നിന്റെ ചേട്ടനാണ് അവൻ. നിന്നെ പഠിപ്പിച്ച് വലുതാക്കി നിന്റെ ചേട്ടൻ. ചേട്ടൻ പോലും ചാവത്തുമില്ല. നാശം. നീ തന്നെ പറയണോടാ ഇതൊക്കെ? നിനക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി ഇഷ്ടപ്പെട്ട പെണ്ണിനെ പോലും ഉപേക്ഷിച്ചതാണ് അവൻ. നീ അറിയണം മോനെ, രഘുവിന്റെ പഴയ ജീവിതം. ഈ മിഴിക്കോടിൽ ഒളിപ്പിച്ച നീലിമയിൽ പൗർണമി തിങ്കളായി ഞാനൊതുക്കേ. 1000 സൗഗന്ധിക പൂക്കൾ ചൊരിയുന്ന സൗരഭ്യം കൊണ്ടുമൂടും നിന്നെ, സൗരഭ്യം കൊണ്ടുമൂടും നിൻ ചുണ്ടിലൂറും മധുഗണം നുകരാൻ പൂത്തുമ്പിയായി ഞാനരികിൽ നിൽക്കേ. ഇരുമിഴിക്കുള്ളിൽ കിനിയുന്ന ഭാവം അനുരാഗമല്ലേ പ്രാണസഖി. ഹരിതാഭയിൽ ശലഭമായി മാറാം, പ്രണയ പുഷ്പങ്ങളിൽ പറന്നിരിക്കാം, ഈ സാഗരം പോലലയടിക്കാം, നിലവുകൾ നമ്മൾ മറന്നിരിക്കാം, നിലവുകൾ നമ്മൾ മറന്നിരിക്കാം. രഘുവേട്ടാ, എന്തായി കാര്യങ്ങള്? എന്താവാൻ, എല്ലാം ശരിയാകുന്നല്ലേ പറയുന്നത്. ശരിയായാ മതി. പിന്നെ ഇന്നലെയും ബ്രോക്കർ വീട്ടിൽ വന്നിരുന്നു. അച്ഛനാണ് വെപ്രാളം. എങ്കിൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. രഘുവേട്ടാ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. മനുഷ്യൻ ഇവിടെ തീ നിന്ന് നിൽക്കുക. ആശേ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. നിനക്കറിയാലോ, ശരത്തിന്റെ പഠനം 6 മാസത്തിനുള്ളിൽ തീരും. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമായി. പിന്നെ നമ്മുടെ കാര്യം എന്നാലും എല്ലാം ശരിയാകും മോളെ. ഹലോ. ആ സാർ, ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് സാർ. യെസ് സാർ, ഇന്ന് തന്നെ പൊക്കിയിരിക്കും സാർ. ഓക്കെ സാർ. ആരാ സാർ വിളിച്ചത്? ഡാൻസർ ടീമാണ്. ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ വിളിച്ചതാണ്. ഓ, ഇന്ന് തന്നെ അവന്മാരെ പൊക്കണം സാർ. സ്കൂൾ കുട്ടികൾക്ക് മയക്കമരുന്ന് എത്തിച്ചു കൊടുക്കുന്ന ടീമാണ് അവന്മാർ. നമുക്ക് ഉടനെ പോകണം സാർ. സാർ അവന്മാർ രഘുവിന്റെ രഘു, എന്താ പറ്റി? നമ്മുടെ ശരത്തിനെ കഞ്ചാവുമായി സ്പെഷ്യൽ സ്ക്വാഡ് വിളിച്ചു. ഈ ഞാനാണെന്നാ കേട്ടത്. അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യാനാ? ഇനി എന്ത് ചെയ്യാൻ? ഇതൊക്കെ വലിയ കുറ്റമല്ലേ?
എന്റെ പൊന്നുമോന്റെ കൂടെ. എന്റെ മോൻ പേടിക്കണ്ട. എന്റെ ഈശ്വരാ. ആഹാ, ആശ കടയിൽ പോയിരുന്നോ? ആ ചേട്ടാ, പോകാതിരുന്ന അമ്മയുടെ മരുന്നും വീട്ടിലെ കാര്യങ്ങളും എല്ലാം മുടങ്ങത്തില്ലയോ? എല്ലാം അറിയാം. പിന്നെ ഒരു കാര്യമുണ്ട്, ആശ വിഷമിക്കരുത്. രഘുവിന്റെ അവസ്ഥ വളരെ മോശമായിട്ട് വരികയാണ്. ബോധം മാറി മറിയുന്നത് പോലെ വല്ലാത്തൊരു മാനസിക വിഭ്രാന്തി. പാവം അമ്മ എന്ത് ചെയ്യാന്? ആശ, മക്കളെ, രഘു മോനെന്ന് ഒരുക്കിയിരിക്കുന്ന എന്തിനാന്നറിയാമോ? നമുക്കൊന്ന് ഒരിടം വരെ പോണം. അമ്മ ഒറ്റയ്ക്കല്ല. അമ്മ പോകുമ്പോ രഘുമോനെയും കൊണ്ടുപോകും. അമ്മ മോന് കഞ്ഞി കോരി തരട്ടെ. വാശി പിടിക്കില്ലേ മോനെ?